രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ച രാഹുൽ ഗാന്ധിയുടെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. വീണ്ടും അധികാരത്തിലെത്തുക ശ്രമകരമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് BJP എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്. അതിനായി അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് BJP. അതിനെതിരായ ജനാധിപത്യ പോരാട്ടത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കരുത്തായി മുസ്ലിം ലീഗും ഒപ്പം നിൽക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ദൗർഭാഗ്യമായ ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ പറ്റിയത്. രാഹുൽ ഗാന്ധി എന്നൊരു ജനകീയ നേതാവ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സൗഹാർദ്ദത്തിനുമൊക്കെ അതിനുവേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരു കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം, ഒരു തുടർക്കണ്ണി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം BJPയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിലേക്ക് വരാൻ അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ജനാധിപത്യ നീക്കങ്ങളെ അവർ ഇല്ലാതാക്കുന്നത്. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി ഇവിടെ അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അതിനെ ശക്തമായി നേരിടുന്നുണ്ട്. നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും നേരിടുന്നുണ്ട്. ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിയൊക്കെ കരുത്ത് പകർന്നുകൊണ്ട് തന്നെ പിന്നിലുണ്ടാവും.